ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. ആർക്കും നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ബിരിയാണി അരി കേട്ടോ, അത് നമുക്കൊരു അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. പിന്നെ തേങ്ങയുടെ 1-ാം പാലും എടുക്കണം, പിന്നെ 2-ാം പാലും 3-ാം പാലും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിന് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 4 കപ്പ് 2-ാം പാലും 3-ാം പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു മാങ്ങാപ്പഴം, അത് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്ക് അരി ആദ്യമേ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്ത് ആ മാറ്റി വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് സ്വല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ റൈസിന് ആ മധുരമൊക്കെ അങ്ങ് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ്. ഇനി ചെറു തീയിൽ വച്ചിട്ട് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിശിൽ, പിന്നെ തീ മൊത്തത്തിൽ കുറച്ച് ചെറു തീയിൽ വെച്ചിട്ട് ഒരു വിശിൽ. അപ്പോഴത്തേനും നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ടാവുമേ. അപ്പോൾ ഇതിന് ശരിക്കും കൊടുക്കുന്നത് മാംഗോ സ്റ്റിക്കി റൈസിന് ഉപയോഗിക്കുന്ന സ്റ്റിക്കി റൈസ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് റെസിപ്പി ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഈ റീലുകളൊക്കെ കാണുമ്പോൾ മക്കൾസ് നമ്മളോട് ചോദിക്കേണ്ടാവുമല്ലോ ഇത്. ഇനി നമുക്ക് ഇതിലേട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യമേ എടുത്ത് വച്ചിട്ടുള്ള 1-ാം പാലില്ലേ, അതിലേട്ട് ആവശ്യത്തിന് പഞ്ചസാരയും 1.5 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് ചെറു തീയിൽ കൈയെടുക്കാതെ ഇളക്കി ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് കുറുകിപ്പോവരുത്. അപ്പോൾ സോസ് റെഡിയായിട്ടേ 2 വിശലടിച്ച് ചോറൊക്കെ ഇവിടെ വെന്ത് നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അവർ സെർവ് ചെയ്യണ അതേ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് സെർവും കൂടെ ചെയ്യാം. അപ്പോൾ മക്കൾസിൻ്റെ ഒരു സന്തോഷത്തിന് നമുക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അല്ല നേരെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഫൈനൽ റിസൾട്ടോടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ മാംഗോ കട്ട് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ശേഷം ഈ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതേ പ്ലേറ്റിലേക്ക് നമുക്കതിനെ അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. ശേഷം മുകളിൽ സ്വല്പം എള്ളൊന്ന് ഭംഗിക്ക് തൂവി കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് അങ്ങ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ മക്കൾസിനൊന്നും ഇഷ്ടാവുമല്ലോ. എള്ളും കൂടെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസില്ലേ, ആ സോസ് ഇതിലേട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്രഷ് ടേസ്റ്റ് എന്ന് പറയാം. ഈ മാംഗോയുടെയും ആ റൈസും അതുപോലെ തന്നെ ആ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻ്റായിട്ടും കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ സിമ്പിളായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.